ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊരു കുഞ്ഞി കമ്മലുണ്ടാക്കിയാലോ. കുഞ്ഞു മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക, അധികം വെയിറ്റ് ഇല്ലാത്ത, എന്നാൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു കമ്മലാണ് ഉണ്ടാക്കാവുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ വേണ്ടത് കരിമണിയുടെ മുത്ത് വേണം. ഈ ഒരു സൈസിലുള്ള കരിമണിയുടെ മുത്താണ് വേണ്ടത്. പിന്നെ നമുക്ക് ഈ ഗോൾഡൻ ബീഡും വേണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3mm ഒക്കെ ഉള്ള ഒരു സൈസിലേക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എസ് ഹുക്ക് വേണം. അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ ഗോൾഡൻ കളറിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതായി ഇങ്ങനെ ഒരു ജമ്പ് റിങ് വേണം. ഗോൾഡൻ കളറിലുള്ള കുറച്ച് ജമ്പ് റിങ്, കുറച്ച് വേണം, നമുക്ക് അതിനാവശ്യത്തിനുള്ള ജമ്പ് റിങ് മതി കേട്ടോ. പിന്നെ വേണ്ടത് ഈ ഒരു ജമ്പ് റിങ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ മേടിച്ചൊരു പുതിയ പാക്കറ്റാണ് കേട്ടോ. ഇപ്പം ഞാനിത് എടുക്കുന്നേ ഉള്ളൂ. ഇത് വെച്ചിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഡബിൾ ജമ്പ് റിങ് എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. 2 ലെയറായിട്ട് വരാൻ ഭയങ്കര തിക്കായിട്ടുള്ളൊരു ജമ്പ് റിങ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണേ. പിന്നെ വേണ്ടത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുങ്കുരു. അപ്പം ഞാൻ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ബീഡ് വന്നിട്ടുള്ളൊരു കുങ്കുരുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഡബിൾ ജമ്പ് റിങ് ഒന്ന് അകത്തി കൊടുക്കുക. ഇത് കുറച്ച് ടൈറ്റാണ്, എന്നാൽ കട്ട് ചെയ്യാനും ഭയങ്കര പാടാണ് ഈ ഒരു ജമ്പ് റിങ്. നമുക്ക് പ്ലെയർ വെച്ചിട്ട് തന്നെ വേണം കേട്ടോ ഇത് അകത്തേണ്ടത്. ഞാൻ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, പക്ഷേ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്ലെയർ എടുത്തിട്ടൊന്ന് അകത്തി കൊടുക്കുകയാണ്. നല്ല കട്ടിയാണെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര പാടാണ്. ചിലപ്പോൾ കയ്യിലൊക്കെ കൊണ്ടുവരാൻ നമുക്ക് മുറിയാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ അകത്തിയെടുക്കാം. ഞാൻ കുറേ പ്രാവശ്യം കട്ട് ചെയ്യാൻ നോക്കിയിട്ടാണെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മേടിച്ചത് വെറുതെ നഷ്ടമായി പോയി എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ നമുക്കിത് ഇങ്ങനെ പല മോഡലിലൊക്കെ നമുക്കൊന്ന് ചെയ്തെടുത്താലോ എന്നൊരു ഐഡിയ എനിക്ക് മനസ്സിൽ തോന്നിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് ഈ ഒരു ജമ്പ് റിങ് വെച്ചിട്ട്. അപ്പം ഞാൻ നേരത്തെ ഒന്ന് ഇതുപോലെ ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് മോഡലിലാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ നമുക്കിത് വളച്ചെടുത്ത് വേറെ മോഡലാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ അത് കുറച്ച് പാടാണെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ആകൃതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ആദ്യം തന്നെ ഒരു ബ്ലാക്ക് കളറ് മുത്തിട്ട് കൊടുക്കുക. അതായത് നമ്മുടെ കരിമണി ഒരെണ്ണം ഇട്ട് കൊടുക്കണം. പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കണം. ശേഷം വീണ്ടും നമ്മളൊരു കരിമണി ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു ഗോൾഡൻ ബീഡും കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്കൊരു കരിമണി കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനകത്താണെങ്കിൽ തന്നെ നമുക്ക് ഈ ബീഡ് കയറ്റാനും കുറച്ച് പാടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഒരു അറ്റത്ത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അറ്റത്തേക്ക് നമ്മൾ ഇടുമ്പോൾ, അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡിൽ നിന്നൊക്കെ ഊരിപ്പോകാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു സൈഡ് നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ കുറച്ച് കുങ്കുരൂസ് കോർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 എണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരേപോലെ സൈസിലുള്ള കുങ്കുരൂസ് എടുക്കണം. കാരണം ചില കുങ്കുരുവിന് നമുക്ക് ആ ചുറ്റ് വന്നിട്ടുണ്ടല്ലോ, അതായത് ആ ഒരു ഫ്യൂസ് സ്റ്റാറിൻ്റെ ആ ഒരു ചുറ്റിങ്ങനെ വന്നിട്ട് കുറച്ചധികം ചുറ്റുണ്ടാവും. അപ്പോൾ ഭയങ്കര നീളത്തിൽ ചിലപ്പോൾ 2 ബീഡൊക്കെ ആയിട്ട് ഇരിക്കുന്ന കുങ്കുരൂസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു കമ്മലിൻ്റെ ആ ഭംഗി പോകും. എന്നുവെച്ചാൽ ഒരെണ്ണം കയറി ഇറങ്ങി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കമ്മൽ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരേ സൈസിലുള്ള കുങ്കുരൂസ് വേണം നമ്മൾ കോർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനവിടെ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ നല്ല നീളമുള്ളത് കാരണം കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കുങ്കുരൂസാണ് കോർത്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ 10 എണ്ണം കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം കോർത്ത പോലെ തന്നെ കുങ്കുരുവിൻ്റെ നെക്സ്റ്റ്, അതായത് ഈ കുങ്കുരു കോർത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇതുപോലെ ബീഡിട്ട് കൊടുക്കുക. ആദ്യം തന്നെ കരിമണിയുടെ ഒരു ബീഡിട്ട് കൊടുക്കണം. അപ്പം നമ്മളിവിടെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഇട്ട് കൊടുത്ത അറ്റെത്താറാകുമ്പോഴത്തേനും ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മുത്ത് ചാടി പോകാനായിട്ട് സാധ്യതയുണ്ട്. കുറച്ച് നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യണം. ക്ഷമ എന്താണെന്ന് എന്നെ പഠിപ്പിച്ച ഒരു ജ്വല്ലറി മേക്കിംഗ് ആയിരുന്നു കേട്ടോ ഇത്.
കാരണം ഒത്തിരി ടൈം എടുത്ത് ഞാനിത് ചെയ്യാനായിട്ട് എൻ്റെ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലകയൊക്കെ കാണുമെന്ന് അറിയില്ലേ, അതുവരെ ഞാൻ കണ്ടു. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഇത് ചെയ്തിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഒത്തിരി ടൈം ഇതിന് വേണ്ടി പോയായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് ടഫ് ഉണ്ടായിരുന്നു ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ചെയ്ത് തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ ബ്ലാക്ക് കരിമണി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ഗോൾഡൻ ഇട്ട് കൊടുത്തു. പിന്നെയും ഒരു കരിമണി ഇട്ട് കൊടുത്തു. വീണ്ടും ഒരു ഗോൾഡൻ ബീഡും കൂടെ ഇട്ട് കൊടുത്തു. കണ്ട, ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ചാടി ചാടി പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ എല്ലാ ബീഡും കോർത്തിട്ടുണ്ട്. ഈ ഒരു കരിമണിയും കൂടിയും കോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കമ്മലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങ് തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ജസ്റ്റ് ആ ജമ്പറിങ് ഒന്ന് കുറച്ചുകൂടി ഒന്ന് അകത്തി കൊടുത്താൽ മതി. പക്ഷെ അകത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുത്തുകൾ ഇപ്പുറത്തെ സൈഡിലൂടെ ചാടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് അപ്പുറത്തെ സൈഡിൽ കൂടെ തന്നെ കോർക്കേണ്ടി വരും. അപ്പുറം കോർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇപ്പുറത്തേക്ക് കൊണ്ട് ചാടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് കോർത്തത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ പ്ലെയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ രണ്ട് ജമ്പറിങ്ങിൻ്റെ രണ്ട് അറ്റങ്ങൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടിച്ചതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ആ ഒരു ഹാർട്ട് ഷേപ്പ് വരുന്ന ആ രീതിയിൽ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത്. ആ രണ്ടറ്റങ്ങളും ഉള്ളിലേക്കൊന്ന് വളച്ച് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ആ മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ഡായി, അതായത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കായിട്ട് പോകുമില്ല, ചാടി പോകത്തുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിനകത്തേക്ക് ചെയ്യാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ജമ്പറിങ് ഉണ്ടല്ലോ, ആദ്യം ഞാൻ കാണിച്ചു തന്നെ, ഇതാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് അകത്താനൊക്കെ പറ്റുന്ന ജമ്പറിങ് ആണ് കേട്ടോ. നമുക്ക് പ്ലെയറിൽ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ജമ്പറിങ് ആണിത്. അപ്പോൾ ഈ ജമ്പറിങ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുക. അതായത് ആ രണ്ട് ജമ്പറിങ്ങിൻ്റെ ആ നമ്മൾ വളച്ച് വെച്ചിരിക്കുന്ന ആ രണ്ട് ഭാഗമല്ലേ, അതിൻ്റെ ഇടയ്ക്ക് വേണം നമ്മൾ ഈ ഒരു ജമ്പറിങ് ഇട്ട് കൊടുക്കാനായിട്ട്, ഈ ചെറിയ ജമ്പറിങ്. എന്നിട്ട് അത് നല്ലപോലെ പ്രസ് ചെയ്ത് കുറച്ച് ചെറിയ ഹോളാക്കിയിട്ട് നമ്മളതൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ മുത്തിൻ്റെ ആ കരിമണിയുടെ ആ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ അതിങ്ങനെ പാസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് ആ ഹോളൊന്ന് ചെറുതാക്കി പ്രസ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ആ ചെറിയ ജമ്പറിങ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ രണ്ടെണ്ണത്തിൻ്റെ ഇടവിലൂടെ വരുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നതെന്ന്. ഇനി നമുക്ക് ഈ ഹുക്ക് ഇട്ട് കൊടുക്കണം, അതായത് നമ്മുടെ എസ് ഹുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഹുക്കൊന്ന് ജസ്റ്റ് താഴത്തെ അതൊന്നും ജസ്റ്റ് ഒന്ന് നമ്മൾ അകത്തിയിട്ട് ഈ ജമ്പറിങ്ങിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക. ഈ ചെറിയ ജമ്പറിങ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ കോർത്തിട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ആ ഹോളൊന്ന് നമ്മൾ ക്ലോസ് ചെയ്യുക. പ്ലെയർ വെച്ചിട്ട് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കമ്മലിൻ്റെ പരിപാടി. സിമ്പിളാണ് ചെയ്തെടുക്കാൻ, പക്ഷെ കുറച്ച് ക്ഷമയും കൂടെ വേണം ഈ ഒരു കമ്മൽ ചെയ്തെടുക്കാൻ വേണ്ടി. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ കമ്മലിരിക്കുന്നത്. ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ ഈ കമ്മലിന്. നമുക്ക് സിമ്പിളായിട്ട് ഇട്ടുകൊണ്ട് നടക്കാം. ഇപ്പോൾ വീട്ടിൽ കൂടെ ആണെങ്കിലും നമുക്ക് വെറുതെ ഇട്ടുകൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു കമ്മൽ. ഇതാ അപ്പം നമ്മുടെ രണ്ട് കമ്മലിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.